സുഖമായി സന്തോഷമായിരിക്കും കൂട്ടുകാരി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഒരു ദിവസം തുടങ്ങുന്ന തലേ ദിവസം വൈകിട്ട് തയ്യാറാക്കുന്ന മത്തിക്കറി മുതലാണ് വ്ളോഗ് ആരംഭിക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം പാത്തുസിന് സ്കൂളിൽ നിന്നും പുസ്തകം കിട്ടിട്ടോ, പാഠപുസ്തകം. അപ്പോൾ 2ാം ക്ലാസ്സിലേക്കാട്ടോ പാത്തുസ് പോകുന്നത്. പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ അവളുടെ ആവേശവും അന്നത്തെ ദിവസത്തെ വിശേഷങ്ങളുമാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള മൺചട്ടിയിലെ തേങ്ങ അരച്ച് വെച്ച് നല്ല നാടൻ മത്തിക്കറി. ചട്ടി തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ല മണം, വീട് മുഴുവൻ നിറയട്ടോ. അത്രയ്ക്കും രുചികരവും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന മത്തിക്കറി റെസിപ്പിയും പിന്നെ ഞങ്ങളുടെ വിശേഷങ്ങളും അടങ്ങിയ അടിപൊളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടോ. വും അതേപോലെ തന്നെ 2 ചെറുള്ളിയും പെരുംജീരകം പാകത്തിന് കേട്ടോ. പിന്നെ നല്ല പഴുത്ത തക്കാളി ദാ എടുത്തോട്ടോ. എന്നിട്ട് മിക്സിയിലിട്ടപ്പോൾ ദാ കരണ്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ പിന്നെ കരണ്ട് അങ്ങോട്ട് വന്നു. എരിവിനനുസരിച്ചുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വെണ്ണ പോലെ അടിച്ചെടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ അടുപ്പത്തേക്ക് ഇതാ ഒരു ചട്ടി ഇങ്ങോട്ട് വെച്ചെടുത്തോ. വെളിച്ചെണ്ണ വെച്ചിട്ടോ 2 ടീസ്പൂണ്. പിന്നെ ഇതാ 10-15 ചെറുള്ളി നെയ്സാക്കി അരിഞ്ഞ് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല രീതിയിൽ ചൂടായി വന്നാൽ അതിലേക്കിട്ട് നല്ല രീതിയിൽ മൂപ്പിച്ചെടുക്കണം. ഇതേ രീതിയിൽ കേട്ടോ. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച അരപ്പില്ലേ അതങ്ങോട്ട് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇതിലേക്ക് വാളംപുളിയോ പച്ചമാങ്ങയോ അല്ലെങ്കിൽ നമുക്ക് കുടംപുളിയോ ചേർക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ വാളംപുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാകത്തിന്. അതങ്ങോട്ട് പിഴിഞ്ഞ് അരിപ്പയിൽ അരിച്ചതാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ മിക്സിയിൽ നമ്മൾ അടിച്ച് വെച്ച അരപ്പിൽ കുറച്ചും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ചൊയ്ത്തിങ്ങായിട്ട് ഒഴിച്ചു കൊടുത്താണേ. എന്നിട്ടൊന്ന് ചെറുങ്ങലിച്ചൊന്ന് മൂടണം കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് പുളിയൊക്കെ ഇറങ്ങിയിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് മറിയും കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് മറിയാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അതിലേക്ക് ഇതാ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുത്തു കേട്ടോ, മത്തി. എന്നിട്ട് നല്ല രീതിയിലൊന്ന് താത്തി അങ്ങോട്ട് വെച്ച് കൊടുത്തു. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായി കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിലൊന്ന് സബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ലൈക്ക് തരണം കേട്ടോ. അപ്പോൾ ഇതാ നല്ല രീതിയിലൊന്ന് താത്തി അങ്ങോട്ട് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് തിളച്ചങ്ങോട്ട് മറിയും കേട്ടോ. ഇതാ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റായിട്ട് തിളച്ചങ്ങോട്ട് മറിയുന്നുണ്ട്. നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം മീനൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാനായിട്ട് നമുക്ക് നോക്കാം അല്ലേ. ചെറുള്ളി കുഞ്ഞായിരിഞ്ഞങ്ങോട്ട് സെറ്റാക്കി കൊണ്ടിരിക്കാം കേട്ടോ. നല്ല പൊടിയായിട്ട് തന്നെ അരിയണം കേട്ടോ. ഒരു പാൻ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ചെടുക്കുക. വെളിച്ചെണ്ണ വയ്ക്കുക കേട്ടോ. വെളിച്ചെണ്ണയിൽ കാച്ചുന്ന കേട്ടോ ടേസ്റ്റ്. നമ്മൾ മീൻകറി വയ്ക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്നതാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാ പാനിലേക്ക് അരിഞ്ഞു വെച്ച നമ്മുടെ ചെറുള്ളി അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് മൂപ്പുന്നവരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുത്ത് കറിവേപ്പില ഇട്ട് നല്ല സെറ്റാക്കി എടുത്ത ശേഷം ഇതാ കറിയിലേക്ക് വീത്തിയതാ അടിപൊളി ടേസ്റ്റ് ഇതാക്കി ഇട്ടിട്ടുണ്ട്. നല്ല കൊഴുത്ത ചാറോടുകൂടി നമ്മുടെ മത്തിക്കറി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. മത്തിക്കറിയൊക്കെ വെച്ച് പിന്നെ രാത്രി നിസ്കാരത്തിന് ശേഷം, അത് മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ഫുഡ് എടുക്കാൻ പോയി. അപ്പോൾ നല്ല മണമായിരുന്നു കേട്ടോ. വീട് മുഴുവൻ നിറഞ്ഞു കേട്ടോ. അത്രയ്ക്കും രുചികരവും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കുന്ന മീൻകറി റെസിപ്പിയാണ് നിങ്ങൾ കണ്ടത്. അങ്ങനെ ഊണ് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ദാ ഇടിമിന്നലും മഴയൊക്കെ എത്തി. പിന്നെ വീഡിയോസ് എടുക്കാൻ സാധിച്ചില്ല കേട്ടോ. പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ കേട്ടോ. മുട്ടക്കറി കേട്ടോ സെറ്റാക്കി എടുക്കുന്നത്. രാത്രി മുഴുവനും കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. പിറ്റേ ദിവസം ഒരു 7 മണിയായപ്പോഴോ കറണ്ട് വന്നത്. അപ്പോൾ വെള്ളയപ്പവും ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഇതാ നമ്മുടെ വെള്ളയപ്പവും ചായയൊക്കെ സെറ്റായിട്ടോ. ചായ കുടിച്ച് പാത്തുസ് ഇരിപ്പാണ് കേട്ടോ. അങ്ങനെ വേഗം തന്നെ അവൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതാ മുട്ടക്കറി പെട്ടെന്ന് അങ്ങോട്ട് സെറ്റാക്കുന്ന ഒരു തിരക്കിലാട്ടോ. അപ്പോൾ 8:30 ആകുമ്പോഴേക്കും മദ്രസയിൽ എത്തണം കേട്ടോ. മോൻ മദ്രസയിൽ നിന്ന് വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ. പാത്തുസ് പോകാനായിട്ട് മുട്ടക്കറി സെറ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തേങ്ങാപ്പാൽ അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അവൾക്ക് മുട്ടക്കറിയോ എന്തെങ്കിലുമൊക്കെ കറി വേണം കേട്ടോ. അതൊക്കെ കൂട്ടിങ്ങായിട്ട് കഴിച്ചിങ്ങായിട്ട് അവൾ മദ്രസയിൽ പോയിട്ടോ. മോൻ കൊണ്ടാക്കി കൊടുത്തു. അതിനുശേഷം ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പം നിങ്ങളിതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചാൽ ഇല്ലെങ്കിൽ വായോട്ടോ തരാട്ടോ. രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച ശേഷം രാവിലത്തെ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുന്ന പരിപാടി കേട്ടോ. ക്ലീനിങ് ആണ് നടക്കുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്തെടുത്തു. തലേ ദിവസം എനിക്ക് പാത്രം മാത്രമേ മോറി
സെറ്റാക്കി വയ്ക്കാൻ പറ്റുള്ളൂ. ഇതിനൊന്നും തുടക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. എന്ന് വെച്ചാൽ മെഴുകുതിരി കത്തിച്ച് വെച്ചെങ്കിലും അങ്ങനെ വെട്ടമുണ്ടായിരുന്നില്ല. അപ്പോൾ പിറ്റേ ദിവസം ഫുഡ് കഴിച്ച ശേഷം വേഗം തന്നെ ക്ലീനൊക്കെ ചെയ്തു. തീയൊക്കെ പൂട്ടി അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടു. അതിന് ശേഷമാണ് പാത്രങ്ങളൊക്കെ മൂറി നമ്മുടെ ഈ ക്ലീനിങ് ഒക്കെ നടന്നത് കേട്ടോ. അതിനുശേഷം മാമ്പഴം കിട്ടിട്ടോ. അടിപൊളി മാമ്പഴമാണ്. അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഞാൻ അപ്പോൾ ആങ്ങളെ കൊണ്ടുവന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊരു ജ്യൂസ് അങ്ങോട്ട് അടിച്ചു കുടിച്ചു. അപ്പോൾ പിള്ളേഴ്സൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. മദ്രസയിൽ വന്നപ്പോൾ തന്നെ വീട്ടിൽ വന്നപ്പോൾ തന്നെ നല്ല കൽപ്പിലാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലൂടിട്ടോ. അപ്പോൾ പിന്നെ ജ്യൂസ് കയ്യിൽ കൊടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വായോട്ടോ. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിരിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പാത്തുസിന് സ്കൂളിലേക്ക് പോയിട്ടോ ബുക്സൊക്കെ വാങ്ങാനുണ്ട്, മോൻ പോയി വാങ്ങുമെന്ന് ചോദിച്ചിട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ പോയിട്ടോ. അങ്ങനെ ബുക്സൊക്കെ വാങ്ങിച്ചു കൊടുന്നു. അപ്പോൾ തന്നെ ഞാൻ സോപ്പിട്ടിരുത്തിയിട്ടോ. ഇത് വീഡിയോസ് എടുക്കണ്ടേ, അവളുടെ സന്തോഷം നിങ്ങൾക്ക് വീഡിയോസിലൂടെ കാണിച്ചു തരണ്ടേ എന്ന് വിചാരിച്ച് അങ്ങനെ അവളെ കൂളാക്കിയിരുത്തി. അങ്ങനെ ബുക്കൊക്കെ വാങ്ങിച്ചു. പിന്നെ മെല്ലെ പേജുകൾക്കൊന്ന് മറിച്ച് നോക്കുന്നുണ്ട്. ആവേശത്തോടു കൂടി നല്ല ഇഷ്ടത്തോടു കൂടി പേജുകളൊക്കെ മറിച്ച് നോക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ കേട്ടോ ആദ്യം തന്നെ നോക്കുന്നത്. ഞാൻ പറഞ്ഞു കേട്ടോ, മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുക്കുക, നമുക്കതിലെ അടിപൊളി പാട്ടിൽ കുറച്ച് വാക്കുകൾ, എഴുതാൻ കിട്ടാത്ത വാക്കുകളൊക്കെ നോട്ട് ബുക്കിൽ എഴുതി തരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ വേഗം തന്നെ ഓടിപ്പോയി നോട്ട് ബുക്ക് എടുത്തോടുന്നു. അങ്ങനെ ഞാൻ കുറച്ച് വേർഡുകൾ എഴുതി കൊടുക്കാൻ പോയി. അങ്ങനെ എഴുതിയൊക്കെ കൊടുത്ത് അതിന് ശേഷം കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി തീർത്ത് വേഗം തന്നെ വന്ന് നോക്കുമ്പോൾ എഴുതി പഠിക്കൽ തകർത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വായിച്ച് നോക്കണം എന്ന് ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ എഴുതി പഠിച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ പാട്ട് അങ്ങോട്ട് പാടണം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം പാട്ടൊക്കെ നല്ല രീതിയിൽ മഴയുടെ പദ്യം വായിച്ചു കൊടുത്തു. അതിന് ശേഷം അവളുടെ ഒറ്റയ്ക്ക് വായിക്കുന്നത് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ അവൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ പാഠം. അപ്പോൾ വേഗം തന്നെ ആവേശത്തോടു കൂടി പാടാണ്. പിന്നെ ആദ്യമായി കാണുന്നവരുണ്ടോ? ഒന്ന് സബ് ചെയ്യാമോ? ലൈക്ക് അടിക്കാൻ മറന്നു പോരുത് കേട്ടോ. ഇഷ്ടമുള്ളവരൊന്ന് ലൈക്ക് അടിക്കണേ. അപ്പോൾ നമ്മൾ പാത്തുസ് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആവേശത്തോടു കൂടിയാണ് വായിക്കുന്നത്. ഇനി അവൾ സ്വയം വായിക്കുന്നത് കേട്ടോ. ഞാൻ വായിച്ച് പഠിപ്പിക്കുന്നതാണ് കാണിച്ചത്.